നിങ്ങൾക്ക് ഞാൻ ഒരു കർവ് തരുന്നു. R is equal to അല്ലെങ്കിൽ R1 is equal to f of theta. ആൻഡ് അടുത്ത R1 എന്ന് എഴുതണ്ട, R എന്ന് തന്നെ എഴുതിയാൽ മതി, അതായിരിക്കും നല്ലത്. R is equal to f of theta and R is equal to g of theta. R is equal to f of theta, R is equal to g of theta, and both angle alpha less than or equal to theta less than or equal to beta, and the beta is going to be less than alpha plus 2 pi. Alpha plus 2 pi. ആൽഫ പ്ലസ് 2 യേക്കാൾ ചെറുതായിരിക്കണം നിങ്ങളുടെ എന്ത് ബീറ്റ, രണ്ടാമത്തെ വലിയ ആംഗിൾ എന്ന് പറയുന്നത്. കറങ്ങി 360 കറങ്ങി പിന്നെ വരരുത്, അത്രയേ ഉള്ളൂ. നൗ നമ്മൾ ഇയാളുടെ ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യില് എഫ് ഓഫ് തീറ്റ ഇതാ നടക്കുന്നു, അതിനുശേഷം ജി ഓഫ് തീറ്റ ഇതാ നടക്കുന്നു. രണ്ടുപേരുടെ ഇടയിലുള്ള ആംഗിൾസ് ഡൺ. ഇതാണ് നമ്മുടെ രണ്ട് പേരുടെയും ഇടയിലുള്ള ആ ഒരു റീജിയൻ എന്ന് പറയുന്നത്. ഇതാണ് രണ്ടു പേരുടെ ഇടയിലുള്ള റീജിയൻ. ഈ പുള്ളിക്കാരന്റെ ഏരിയ വേണം കണ്ടുപിടിക്കാൻ. ഈ പുള്ളിക്കാരന്റെ ഏരിയ കണ്ടുപിടിക്കും. ഈ മുകളിലുള്ളത് എഫ് ഓഫ് തീറ്റയും താഴെയുള്ളത് ജി ഓഫ് തീറ്റയും. താഴെയുള്ള ആ കർവിന്റെ പേര് ജി ഓഫ് തീറ്റയും. ഡൺ. സത്യം പറഞ്ഞാല് നിങ്ങള് ഹാഫ് ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു എഫ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എഫ് തീറ്റ മുതൽ ഇങ്ങ് താഴെ വരെയുള്ള ഏരിയ കിട്ടും. ഇതാണുള്ള ഏരിയയുടെ ഫോർമുല. ആ ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു എഫ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ എന്ന് ചെയ്യുമ്പോൾ എഫ് ഓഫ് തീറ്റ എന്ന ഈ കർവ് മുതൽ താഴെ ഒറിജിൻ വരെയുള്ള ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ മുഴുവൻ ഏരിയ നിങ്ങൾക്ക് കിട്ടും. അതേസമയം ജി ഓഫ് തീറ്റ ചെയ്തു കഴിഞ്ഞാൽ ജി ഓഫ് തീറ്റ എന്ന ഈ കർവ് മുതൽ അതിന്റെ താഴോട്ട് വരെയുള്ള എല്ലാ ഏരിയയും നിങ്ങൾക്ക് കിട്ടും. എഫ് ഓഫ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് തീറ്റ മുതൽ താഴെ വരെയുള്ള എല്ലാ ഏരിയയും, ജി ഓഫ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ജി ഓഫ് തീറ്റ മുതൽ താഴെ വരെയുള്ള എല്ലാ ഏരിയയും. നമുക്ക് അവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഏരിയ മതി. അപ്പോ ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു ജി ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ എന്ന് പറയുന്ന ഈ ഏരിയയെ ഇതിൽ നിന്ന് കുറച്ചാൽ പോരെ നമുക്ക് ഏരിയ കിട്ടൂലേ? ഈ മുഴുവൻ ഏരിയ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മുഴുവൻ ഏരിയയിൽ നിന്ന് ജി ഓഫ് തീറ്റ താഴെ കിടക്കുന്ന ഈ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ഇടയിലുള്ള ഏരിയ കിട്ടുമല്ലോ. അത്രയാണ്. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. കുറച്ചുകൂടെ ഭംഗി വരുത്താനായിട്ട് ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു എഫ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ, മുകളിലുള്ള ഫംഗ്ഷൻ ദ ഹോൾ സ്ക്വയർ മൈനസ് താഴെയുള്ള ഫംഗ്ഷൻ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ എന്ന് എഴുതുമ്പോൾ കാര്യം കഴിഞ്ഞല്ലോ. മുകളിലുള്ള ഫംഗ്ഷൻ ദ ഹോൾ സ്ക്വയർ മൈനസ് താഴെയുള്ള ഫംഗ്ഷൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ ഇടയിലുള്ള ഏരിയ കിട്ടും. ഇങ്ങനെ പ്രത്യേകം ചെയ്തു രണ്ട് ഇന്റഗ്രേഷൻ ചെയ്യണ്ട, ഒറ്റ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി, കഴിഞ്ഞു. ഇതാണ് ഫോർമുല. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾ ഈ കാണുന്നത്. മുകളിലുള്ള ഫംഗ്ഷൻ മൈനസ് താഴെയുള്ള ഫംഗ്ഷൻ. പിന്നെ നമ്മുടെ ഏരിയയുടെ ഫോർമുല എന്താണെന്ന് ഓർമ്മ വേണം. ഹാഫ് എഫ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ ആണ്. അപ്പൊ ആ ഒരു കാര്യം കൊടുത്തേ. ഡൺ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഓക്കെ, ഡൺ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ശരി, സിമ്പിളായ കാര്യമാണ്. കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെയായിരിക്കും ഫിഗർ. നമ്മൾ സാധാരണ പണ്ട് പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ ചെയ്തിട്ടുള്ളത് പോലെ എന്താണതാ കർവ് ഇങ്ങനെ മേളിൽ കിടക്കും, താഴെ എ തൊട്ട് ബി വരെ ഇങ്ങനെയുള്ള ഏരിയ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഏരിയ ആയിരിക്കും. അതായത് ഇങ്ങനെ കോൺ പോലെ നേരെ ഒറിജിനിലോട്ട് പോകും. കാരണം എന്താണ്? നമ്മൾ ആംഗിൾ ആണ് തീറ്റയായിട്ട് അളക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്. സൂക്ഷിക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതാ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത്. ഫൈൻഡ് ദ ഏരിയ
find the area of the region. Find the area of the region that is inside the cardioid. Inside the cardioid. R is equal to 4 plus 4 cos theta. R is equal to 4 plus 4 cos theta. And outside the circle, R is equal to 6. അതായത് 4 plus 4 cos theta എന്ന കാർഡിയോയിഡിന്റെ അകത്തും പക്ഷെ R equal to 6 എന്ന സർക്കിളിന്റെ വെളിയിലുമുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏരിയ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഇത്ര സിമ്പിൾ ആയ കാര്യമാണ്. ശരി, അപ്പൊ നമുക്ക് R is equal to 4 plus 4 cos theta എന്ന് പറയുന്ന കാർഡിയോയിഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഫിഗർ എല്ലാം നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. കാർഡിയോയിഡ് എന്ന ഒരു തരത്തേ ഉള്ളൂ. നമുക്ക് ഫിഗർ വരയ്ക്കാതെ ഏരിയ കണ്ടുപിടിക്കാൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കാര്യം. അപ്പൊ നിങ്ങൾ കൃത്യമായി ഫിഗർ വരയ്ക്കാൻ അറിയാം. 4 plus 4 cos theta. 4 കോമൺ എടുക്കാൻ വേണമെങ്കിൽ 4 into 1 plus cos theta. A into 1 plus cos theta ഫിഗർ നിങ്ങൾക്ക് അറിയാം. അതിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇയാളുടെ ഒരു ഷേപ്പ്. 4 ഇവിടെ വന്നേക്കുന്നത്. അതായത് ഇവിടെ 4 ലെങ്ത് വന്നിട്ടുണ്ടാവും, ഇവിടെ 4 ലെങ്ത് വന്നിട്ടുണ്ടാവും, ഇവിടെ 4ന്റെ ഇരട്ടി 8 ലെങ്ത് വന്നിട്ടുണ്ട്. ഇത് R equal to 6. R equal to A എന്ന് പറഞ്ഞാൽ A റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ് സെന്റർഡ് അറ്റ് ഓറിജിൻ. A റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ് സെന്റർഡ് അറ്റ് ഓറിജിൻ. ഇവിടെ 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ്. 6 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കവിഞ്ഞു പോകും. പക്ഷെ ഇത് കവിഞ്ഞു പോവില്ല, ഇവിടെ കിടക്കും. 6 എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കും. അത് കണ്ട സർക്കിള് ഒരുവിധം ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ഡൺ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ശ്രദ്ധിക്കുക. ഇൻസൈഡ് ദ കാർഡിയോയിഡിന്റെ അകത്തും ഔട്ട്സൈഡ് ദ സർക്കിളിന്റെ വെളിയിലും. കാർഡിയോയിഡിന്റെ അകത്തും സർക്കിളിന്റെ വെളിയിലും. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഇതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വരച്ചതിന്റെ കുഴപ്പമാണ്. ഇതൊരു സിമ്മട്രിക് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയുള്ള അതേ വലിപ്പം ഈ താഴെ ഉണ്ടാവും. ഇതാണ് ഈ ഏരിയ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഇതാണ്. കാർഡിയോയിഡിന്റെ അകത്തും അതേസമയം സർക്കിളിന്റെ വെളിയിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഡൺ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നാവും. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ പ്രോസസ്സിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് ആംഗിൾ വേണം. നമുക്കിവിടെ വേണ്ടത് ഇത് തൊട്ട് ഇതുവരെയുള്ള ആംഗിളാണ്. നമുക്ക് വേണ്ടത്. അപ്പൊ എത്ര ഡിഗ്രി മെഷറാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ആംഗിൾ ആണ് കേട്ടോ. ഈ രണ്ട് കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നത് രണ്ട് സ്ഥലത്തേ ഉള്ളൂ. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഇത്. അപ്പൊ രണ്ട് കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി രണ്ട് കർവും കൂടെ ഇക്വേറ്റ് ചെയ്യും. അതായത് 6 is equal to 4 plus 4 cos theta എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യും. 4 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 2 is equal to 4 cos theta. അതായത് cos theta is equal to 2/4, that is 1/2. cos theta 1/2 ആവുന്നത് 60 ഡിഗ്രിയിലാണ്. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രിയിലാണ്. അതെന്താവുന്നത് 1/2 ആവുന്നത് 60 ഡിഗ്രി.
അതേസമയം നിങ്ങളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോസ് -π/3 കോസിനൊരു സ്വഭാവമുണ്ട്, അത് മൈനസിനെ അകത്തേക്ക് എടുക്കും. അതായത് കോസ് π/3. കോസ് π/3 എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് π/3 എന്ന് പറഞ്ഞാൽ 1/2. അതായത് കോസിന്റെ അകത്ത് -π/3 കൊടുത്താലും 1/2 തന്നെ ഉത്തരവായിട്ട് കിട്ടും. അതായത് മറ്റൊരു ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു -π/3. കഴിഞ്ഞു. അതായത് ഈ ആംഗിൾ π/3 എന്നും, അതായത് ആന്റി ക്ലോക്ക് വൈസിലെ ഈ എടുത്ത ആംഗിൾ π/3 എന്നും, ക്ലോക്ക് വൈസിൽ എടുക്കുന്ന ആംഗിൾ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് -π/3 ആണ്. അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ -π/3യും ഇവിടെ വരുന്ന ആംഗിൾ π/3യും. ഡൺ. മുകളിൽ, അതായത് വെളിയിൽ കിടക്കുന്ന ഫംഗ്ഷൻ കാർഡിയോയിഡും അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്തുവാണ്? സർക്കിളുമാണ്. Therefore നിങ്ങളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ. ഇവിടെ -π/3 മുതൽ π ആണ്. അപ്പൊ -π/3 മുതൽ π/3 വരെ. ഹാഫ് ഇൻറ്റു പുറത്തുള്ളത് കാർഡിയോയിഡ് 4 + 4 cos തീറ്റ ദ ഹോൾ സ്ക്വയർഡ് മൈനസ് അകത്തുള്ളത് സർക്കിൾ 6 ആണ്, 6 സ്ക്വയർഡ് d തീറ്റ. ഡൺ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മളുടെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് നിങ്ങൾ കണ്ടത്. വീണ്ടും പറയുന്നു, ഫിഗർ വരച്ചാലേ ഈ കാര്യത്തിൽ കൺഫർമേഷൻ വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഏരിയ മാർക്ക് ചെയ്യും. നമുക്ക് ഏത് ആംഗിൾ തൊട്ട് ഏത് ആംഗിൾ വരെ വേണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നോക്കിയപ്പോൾ രണ്ട് പോയിന്റും കൂടെ, അതായത് രണ്ട് കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ ആംഗിൾ വരുന്നത്. അവിടെയാണ് ആംഗിൾ അളക്കാനുള്ളത്. അപ്പൊ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്ന എത്രാമത്തെ ആംഗിളിലാണ് നമ്മൾ നോക്കിയപ്പോ π/3 കിട്ടി. cos θ = 1/2, അത് π/3 ആണ്. പക്ഷെ cos -π/3 1/2 ആണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ താഴോട്ട് എക്സ് ആക്സിസിന് താഴോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ഡിഗ്രി ആണല്ലോ എന്നുള്ള ഒരു ബോധം വന്നതുകൊണ്ടാണ് ഞാൻ cos -π/3 കൊടുത്തു നോക്കി. അപ്പൊ 1/2 കിട്ടി. അപ്പം cos -π/3യും 1/2 തന്നെയാണ്. അപ്പൊ θ = -π/3 വരും. അപ്പോഴേക്കും നമുക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഏത് ആംഗിൾ ആണെന്ന് തീരുമാനിക്കപ്പെട്ടു. പുറത്തുള്ള ഫംഗ്ഷൻ അകത്തുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ഫോർമുലയിൽ കൊടുത്തു. ഇനി സൊല്യൂഷൻ ആണ്, സോൾവ് ചെയ്യാൻ പോകും. ഇവിടെ 1/2 എന്ന് പറയുന്നത് പുറത്ത് വരാം, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് 1/2നെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഇന്റഗ്രൽ -π/3 to π/3. ഇവിടെ 4 + 4 cos θയെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. 4ന്റെ സ്ക്വയർ 16 പ്ലസ് 4 × 4 × 2, അതായത് 16 × 2 32 cos θ plus 4 cos θ the whole square 16 cos square θ minus 6 square 36 d theta. Therefore this is going to be equal to half into integral π/3 to π 2 π/3 π/3. ഇവിടെ 16 -36 പ്ലസ് 16 എന്ന് പറയുന്നത് -20 ആണ്. അപ്പൊ 32 cos θ plus 16 cos square θ minus 20 d θ. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഒരു 4 കോമൺ ആണ്. അതുകൊണ്ട് 4 ഞാൻ കോമൺ ആയി വെളിയിലേക്ക് എടുക്കുന്നു. 4/2 ഇന്റഗ്രൽ -π/3 to 3 to π/3. 4 ഇവിടെ കോമൺ എടുക്കുമ്പോ ഇവിടെ 4 കോമൺ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 8 വരും. 8 അല്ലല്ലോ, 4 × 8 ആണ്. 8 വരും. 8 cos θ. ഇവിടെ 4 കോമൺ എടുക്കുമ്പോൾ 4 cos square θ. ഇവിടെ 4 കോമൺ എടുക്കുമ്പോൾ -5 d θ. Therefore this is equal to 4/2 2 ആണ്. ഇന്റഗ്രൽ -π/3 to π/3 8 cos θ പ്ലസ് 4 cos square θ. cos square θയെ മാറ്റാനുള്ള വഴി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. അതെന്ന് പറയുന്നത് 1 + cos 2 θ / 2.
1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. കോസ് സ്ക്വയർ തീറ്റ നമുക്ക് നേരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അയാളെ ഈ ഫോമിൽ ഉപയോഗിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ഫോമിൽ ഉപയോഗിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ അത് വെച്ച് മാറ്റി. ഡൺ. ഓക്കെ, ശരി. അപ്പോ അത് കഴിഞ്ഞു. സ്ക്വയർ തീറ്റ അതാണല്ലോ അല്ലേ? ശരി, അതെ. അപ്പൊ നമ്മൾ ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയുമ്പോ പുറത്ത് 2 ഉണ്ട്, അയാൾ അതവിടെ കിടക്കട്ടെ. 2 ഇൻറ്റു ഇന്റഗ്രൽ -π/3 ടു π/3 8 കോസ് തീറ്റ. ഇവിടെ 2ഉം 4ഉം ആയിട്ടുമ്പോ 2 ആവും. 2 അകത്തേക്ക് എടുക്കുമ്പോ പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 ഇൻറ്റു കോസ് തീറ്റ 2 കോസ് 2 തീറ്റ -5 d തീറ്റ. 2 - 5 -3 ആണ്. 2 ഇൻറ്റു ഇന്റഗ്രൽ -π/3 ടു π/3 8 കോസ് തീറ്റ പ്ലസ് 2 കോസ് 2 തീറ്റ -3 d തീറ്റ. ഡൺ. ഇനി കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ ആണ്. therefore 8 സൈൻ തീറ്റ പ്ലസ് 2 കോസ് 2 തീറ്റ. കോസിൻ്റെത് സൈൻ ആണ്. 2 സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 -3 തീറ്റ -π/3 ടു π/3 കഴിഞ്ഞു. ഡൺ. therefore ഈ 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പർ ലിമിറ്റ് നമുക്ക് കൊടുക്കാം. 2 ഇൻറ്റു 8 സൈൻ π/3 പ്ലസ് സൈൻ 2 ഇൻറ്റു π/3 -3 ഇൻറ്റു π/3 മൈനസ് ലോവർ ലിമിറ്റ് 8 സൈൻ -π/3 പ്ലസ് സൈൻ മൈനസ് ഉണ്ട് -2 ഇൻറ്റു π/3 ഇനി ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് കൂടെ പ്ലസ് ആവും, പ്ലസ് 3π/3. ഡൺ. ഇനി നമുക്ക് വാല്യൂ എഴുതാം. 2 ഇൻറ്റു 8 സൈൻ π/3 √3/2 ആണ്. √3/2. ഇവിടെ സൈൻ 2 ഇൻറ്റു π/3 എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 2 120 ആണ്. 60 ഇൻറ്റു 2 120 ആണ്. 120 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈൻ 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാം. 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി π/6 എന്ന് എഴുതാം. 2 ഇൻറ്റു π/3 2 ഇൻറ്റു 60 ഡിഗ്രി 60 ഡിഗ്രിയാണ്. അത് 2 ഇൻറ്റു 60 ഡിഗ്രി 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയെ 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. -3 ഇൻറ്റു π/3 π. 3 വെട്ടിപ്പോവും. ബാക്കി മൈനസ് 8 ഇൻറ്റു സൈൻ π/3 മൈനസ് പുറത്തേക്ക് വരും. സൈൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, മൈനസിനെ പുറത്തേക്ക് വിടും. അതിനുശേഷം സൈൻ π/3 √3/2 ആണ്. അപ്പൊ -8 ഇൻറ്റു √3/2 മൈനസ് പുറത്തേക്ക് വരും. പിന്നെ സൈൻ π/3 ആണ്. സൈൻ π/3 √3/2 ആണ്. ഇവിടെ വീണ്ടും മൈനസ് പുറത്തേക്ക് വരും. സൈൻ 2π/3 ആണ്, അതായത് 120 ഡിഗ്രിയാണ്. മൈനസ് പുറത്തേക്ക് വന്നതിന് ശേഷം ബാക്കി സൈൻ π/2 പ്ലസ് π/6 ഇവിടെ 3 ഇൻറ്റു π/3 π. ഡൺ. ഇതാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഡൺ. ഇനി നമ്മൾ ബാക്കി സോൾവ് ചെയ്യുമ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വെളിയിൽ 2 ഉണ്ട്. അടുത്ത് 8 ഇൻറ്റു √3/2 ആണ്. 2ഉം 8ഉം വെട്ടിപ്പോയിട്ട് 4√3 ആവും. അടുത്ത പ്ലസ് സൈൻ π/2 പ്ലസ് π/6 ആണ്. π/2 പ്ലസ് π/6. π/2 എന്ന് പറഞ്ഞാല് 90 ഡിഗ്രി y ആക്സിസിനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. y ആക്സിസിനെ ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ
ഫംഗ്ഷൻ മാറും, സൈന് കോസാം. സെക്കൻഡ് കോർഡിനേറ്റിലാണ്, അവിടെ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് ഒന്നും വരില്ല. ബാക്കി π/6. ഇനി അടുത്ത -π -8 √3/2 ആണ്. അത് 2ഉം 8ഉം വെട്ടിപ്പോയിട്ട് -4 √3 ആവും. പിന്നെ സൈൻ π/2 + π/6 ഉണ്ട്. അത് cos π/6 ആണ്. നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തതുപോലെ അത് cos π/6 ആണ്. പ്ലസ് π which is equal to 2 into bracket open ചെയ്യ √3 cos π/6 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. -π മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് കൂടെ പ്ലസ് ആകും 4 √3. ഇവിടെ മൈനസ് കൂടെ പ്ലസ് ആകും cos π/6 √3/2 ആണ്. പിന്നെ മൈനസ് അകത്തേക്ക് ഇടുമ്പോൾ ഇവിടെ -π. Therefore this is equal to 4 √3 + 4 √3 8 √3 √3/2 + √3/2 √3 -π -2π. Therefore this is equal to 2 into 8 √3 + √3 9 √3 -2π. അപ്പൊ നമ്മുടെ ആൻസർ 2 into 9 √3 2 into 9 √3 2 into 9 √3 -25. 2 വേണമെങ്കിൽ അകത്തേക്ക് എടുക്കാം. 18 √3 -4. ഫൈനൽ ആൻസർ വളരെ വലിയ ആൻസർ ആണ്. മീൻസ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് നമ്മളിവിടെ ചെയ്തത്. പക്ഷെ എങ്കിലും നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. വീണ്ടും പറയുന്നു. ആദ്യം ഞാൻ ജസ്റ്റ് ആ ഫിഗർ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അവിടെ ഇന്റർസെക്ഷന്റെ സ്ഥലത്താണ് നമ്മുടെ കർവിന്റെ ആംഗിൾ വരുന്നത്. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ചു. ഇന്റർസെക്ഷനിൽ അതിന് രണ്ടിനെ ഇക്വേറ്റ് ചെയ്ത് ആംഗിൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഞാൻ ചെയ്തത് നമ്മുടെ സ്ഥിരം ഫോർമുലയാണ് ഹാഫ് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ആംഗിൾ ടു ആംഗിൾ. നമ്മൾ ആംഗിൾ ടു ആംഗിൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. പിന്നെ പുറത്തുള്ള ആള് നമ്മുടെ കാർഡിയോയിഡ് ആണ്. കാർഡിയോയിഡിന്റെ സ്ക്വയർ മൈനസ് അകത്തുള്ള ആള് സർക്കിൾ ആണ്. സർക്കിളിന്റെ സ്ക്വയർ 36. സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ ഒരു 4 കോമൺ ആണ്. 4 പുറത്തേക്ക് എടുത്തു. cos സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അവിടെ സിംപ്ലിഫൈ ചെയ്യും. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈനൊക്കെയാണ് അകത്ത് വരുന്നത്. സൈൻ്റെ വാല്യൂ കൊടുക്കാൻ നമുക്ക് അറിയാം. അത് വെച്ചിട്ട് വാല്യൂ എല്ലാം കൊടുത്തു. ഫൈനലി നമുക്ക് ഏരിയ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും വഴി ഏരിയയും കിട്ടി. 18 √3 -4π. സ്റ്റെപ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, ഡൺ. അപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഇവിടെ ടെക്സ്റ്റിൽ സോൾവ് ആയിട്ട് തന്നിട്ടുള്ളൂ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ തന്നിട്ടുള്ളൂ. അതാണ് കാര്യം. അപ്പൊ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ സോൾവ് ആയിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കാര്യമായി ശ്രദ്ധിച്ച് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ of the region inside the circle r is equal to 3 sin theta and outside the cardioid r is equal to 1 plus sin theta. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു സർക്കിളിന്റെ ഇൻസൈഡ് r is equal to 3 sin theta ഒരു സർക്കിൾ ആണെന്നൊക്കെ നമുക്ക് അറിയാം. അയാളുടെ ഇൻസൈഡും അതേസമയം കാർഡിയോയിഡ് 1 plus sin theta എന്ന് പറയുന്ന കാർഡിയോയിഡിന്റെ ഔട്ട്സൈഡ്.
ഔട്ട് സൈഡും ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു 3 സൈൻ തീറ്റയുടെ ഫോമിൽ ഫിഗർ വരയ്ക്കാം. ശരി, അപ്പോ സൈൻ തീറ്റ ആവുമ്പോൾ അത് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിന്റെ ഡയമീറ്റർ ആണ് ഈ തന്നിരിക്കുന്നത്. ഡയമീറ്റർ, അതായത് ഇത് 3 ലെങ്ത് വരെ പോകും. 3 ലെങ്ത് വരെ പോകും, മുകളിലേക്ക് 3 ലെങ്ത് വരെ പോകും. ഇനിയുള്ളത് ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റയാണ്. 1 പ്ലസ് സൈൻ തീറ്റ. 1 പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുന്ന കാർഡിയോയിഡ് പോകുന്നത് ഇങ്ങനെയാണ്. 1 പ്ലസ് 1 ആയതുകൊണ്ട് ഇവിടെ 1 ഡിസ്റ്റൻസ്, ഇവിടെ 1 ഡിസ്റ്റൻസ്, ഇവിടെ 2 ഡിസ്റ്റൻസ്, ഇവിടെ 2 ഡിസ്റ്റൻസ്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇൻസൈഡ് ദ സർക്കിൾ, സർക്കിളിന്റെ അകത്തും ഔട്ട്സൈഡ് ദ കാർഡിയോയിഡ്, കാർഡിയോയിഡിന്റെ വെളിയിലും. അത് ഈ ഏരിയ. സർക്കിളിന്റെ അകത്തും കാർഡിയോയിഡിന്റെ വെളിയിലും. അപ്പൊ ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഇതാണ്. ഈ അളവുകളൊക്കെ അറിഞ്ഞാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആര് വെളിയിൽ ആരകത്തൊന്നും പറയാൻ പറ്റില്ല. ഇനി അതേസമയം സർക്കിളിന്റെ വെളിയിലും കാർഡിയോയിഡിന്റെ അകത്തും എന്ന് പറഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്ന 2 ബ്ലോക്കുകൾ കണ്ടുപിടിക്കേണ്ടി വന്നേ. സർക്കിളിന്റെ പുറത്തും അതേസമയം കാർഡിയോയിഡിന്റെ അകത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ താഴെയുള്ള 2 എണ്ണം കണ്ടുപിടിക്കേണ്ടി വന്നേ. അപ്പൊ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇൻസൈഡ് ദ സർക്കിൾ എന്നും ഔട്ട്സൈഡ് ദ കാർഡിയോയിഡ് എന്നൊക്കെ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ. നമ്മുടെ റീജിയൻ കിട്ടി. ഓബിയസ്ലി നേരത്തെ പോലെ തന്നെ അതിന്റെ ആംഗിൾ വരുന്നത് ആ ഇന്റർസെക്ഷൻ സംഭവിച്ച സ്ഥലങ്ങളിലാണ്. അതിന്റെ ആംഗിൾ വരുന്നത്. അപ്പൊ പിന്നെ ഇന്റർസെക്ഷൻ എവിടെ സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി 2 ക്വസ്റ്റ്യനെ ഇക്വേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. 3 സൈൻ തീറ്റ, 2 കർവിനെ ഇക്വേറ്റ് ചെയ്യുന്നു. 1 പ്ലസ് സൈൻ തീറ്റ. അപ്പൊ ഞാൻ ഇയാളെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 3 സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ഈക്വൽ ടു 1. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു 1/2. സൈൻ തീറ്റ ഈക്വൽ ടു 1/2. therefore തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 1/2 വരുന്നത് π/6 π/6 60 ഡിഗ്രിയിലാണ്. സോറി 60 അല്ല, 30 ഡിഗ്രിയിലാണ്. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി അടുത്ത് ഇപ്പുറത്തും വന്നിട്ടുണ്ട് അതേ വാല്യൂ. നിങ്ങൾ നോക്കണം, സൈൻ 180 മൈനസ് π/6. 180 മൈനസ് π/6 നോക്കിക്കോളണേ. 180 മൈനസ് π/6. 180 ആവുമ്പോൾ ഈ എക്സ് ആക്സിസ് ആണ്. ഫംഗ്ഷൻ മാറൂല. സൈൻ തന്നെ. സെക്കൻഡ് കോർഡിനേറ്റ് ആയതുകൊണ്ട് സൈൻ അവിടെയെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആണ്. ബാക്കി π/6. അത് എന്താണ്? 1/2 തന്നെ. അതായത് π-π/6 കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് 1/2 തന്നെ. ഞാനത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇത് തൊട്ട് ഇതുവരെ 30 ഡിഗ്രി, ഇത് തൊട്ട് ഇതുവരെ 30 ഡിഗ്രി, അതായത് 180 നിന്ന് 30 ഡിഗ്രി കുറവ്. അതാണ് ഞാൻ π-π/6 എന്ന് എടുത്തത്. എന്നിട്ട് അതൊന്ന് കൺഫേം ചെയ്തെന്ന് മാത്രം. അപ്പൊ π-π/6 1/2 തരും. അപ്പൊ നിങ്ങളുടെ അടുത്ത ആംഗിൾ എന്ന് പറഞ്ഞാൽ π-π/6 ആണ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6π മൈനസ് π ആവും. 6π മൈനസ് π 5π/6 എന്നാവും. 5π/6. തീറ്റ ഈക്വൽ ടു π/6 ടു 5π/6. അപ്പൊ നമുക്ക് ആംഗിളും കിട്ടി. π/6 മുതൽ 5π/6 വരെ. അപ്പൊ പിന്നെ ഏരിയയുടെ ഫോർമുല എഴുതാം. ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ π/6 തൊട്ട് 5π/6 വരെ ഹാഫ് ഇൻറ്റു പുറത്തുള്ളയാള് സർക്കിൾ ആണ് 3 സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 3 സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് കാർഡിയോയിഡ് 1 പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ 1 പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ. therefore ഹാഫിനെ പുറത്തേക്ക് എടുക്കും. എപ്പോഴത്തെയും പോലെ ഹാഫിനെ പുറത്തേക്ക് എടുക്കും. π/6 മുതൽ 5π/6 വരെ 3 സൈൻ തീറ്റ ഹോൾ സ്ക്വയർ 9 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ഇതിന്റെ സ്ക്വയർ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ
പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. പ്ലസ് പ്ലസ് എന്ന് എഴുതിയിട്ട് മൈനസ് പറഞ്ഞത് ഈ മൈനസ് അകത്തേക്ക് എടുക്കുന്നതാണ് കേട്ടോ. മൈനസ് അകത്തേക്ക് എടുക്കുന്നതാണ്. മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിൽ മുഴുവൻ മൈനസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ മൈനസ് എടുത്തത്. ഇവിടെ 9 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ 8 സൈൻ സ്ക്വയർ തീറ്റ ആവും. 8 സൈൻ സ്ക്വയർ തീറ്റ ആവും. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു π/6 തൊട്ട് 5π/6 വരെ. 9 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് 8 സൈൻ സ്ക്വയർ തീറ്റ. 8 സൈൻ സ്ക്വയർ തീറ്റ. അടുത്ത -1 -2 സൈൻ തീറ്റ. -2 സൈൻ തീറ്റ -1. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ സൈൻ സ്ക്വയർ തീറ്റയുടെ ടേമിനെ എനിക്ക് മാറ്റേണ്ടതുണ്ട്. ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ π/6 to 5π/6 8 into 1 minus cos 2 theta divided by 2. 1 minus cos 2 theta divided by 2 minus 2 sin theta minus 1 d theta. 2 8 പോയിട്ട് അവിടെ 4 ആവും. 1/2 into integral π/6 to 5π/6. 4 into 4 അകത്തേക്ക് എടുക്കുമ്പോൾ 4 minus 4 cos 2 theta minus 2 sin theta minus 1 d theta. ഈ 4 minus 1 കൂടെ 3 ആവും. 3 which is equal to half into integral π/6 to 5π/6. 3 minus 4 cos 2 theta minus 2 sin theta d theta. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. which is equal to half into 3 integrate ചെയ്യുമ്പോൾ 3 theta minus 4 cos theta integrate ചെയ്യുമ്പോൾ sin 2 theta divided by 2. ഇനി സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ ആണ്. മൈനസ് കൂടെ പ്ലസ് ആവും. 2 കോസ് തീറ്റ. ലിമിറ്റ് π/6 മുതൽ 5π/6 വരെ. Therefore, this is equal to 1/2 into 3 into upper limit 5π/6. upper limit 5π/6 minus 4 into 4 2 വെട്ടിപ്പോവും. 4 2 വെട്ടിപ്പോവും. 2 ആവും. 2 into sin 2 into 5π/6. 2 into 5π/6 plus 2 into cos 5π/6 minus lower limit കൊടുക്കുന്നു 3 into π/6 minus 2 into sin 2 into π/6 minus plus 2 into cos π/6. Therefore, this is equal to half into ഇവിടെ 3ഉം 6ഉം കൂടെ വെട്ടിപ്പോയിട്ട് 5/2 ആവും. 5π/2 ആവും. 5π/2. ഇവിടെ 2 into 5π/6 ആണ്. 2 into 5π/6 ആണ്. അപ്പൊ 2ഉം ഇതും വെട്ടിപ്പോയിട്ട് 3 ആവും. π/3 into 5 അതായത് 60 ഡിഗ്രി into 5. 60 ഡിഗ്രി into 5 അതായത് 300 ഡിഗ്രിയാണ് അവിടെ വരുന്നത്. 300 ഡിഗ്രി. വീണ്ടും പറയുന്നു π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി into 5 എന്ന് പറഞ്ഞാൽ 300 ഡിഗ്രിയാണ്. 300 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 360 ഡിഗ്രി മൈനസ് 60 ഡിഗ്രിയാണ്. 360 ഡിഗ്രി മൈനസ് 60 ഡിഗ്രിയാണ്. നമ്മൾ ഒരിക്കലും മാത്സുകാരായതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പിൽ അത് എഴുതുന്നത്. മാത്സുകാരായതുകൊണ്ട് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ അത് എഴുതും. വീണ്ടും പറയുന്നു 5π അവിടെ 2ഉം 6ഉം കൂടെ വെട്ടിപ്പോയിട്ട് 5π/3 ആവും. 5π/3 എന്ന് പറയുന്നത് 300 ഡിഗ്രിയാണ്. 300 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 മൈനസ് 60 ആണ്. 360 മൈനസ് 60 ആണ്. അതാണ് 2π മൈനസ് π/3 എന്നവിടെ എഴുതി. പ്ലസ് 2 into cos 5π/6. 5π/6 നിങ്ങൾക്ക് അറിയാം, അത് π മൈനസ് π/6 ആണ്.
5 മൈനസ് 5/6 ആണ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ്. അവിടെ നിന്നാണല്ലോ 5/6 എന്ന ആളെ കൊണ്ടുവന്നത്. അത് എഴുതി. മൈനസ് 3 ഇൻറ്റു 5/6 5/2 മൈനസ് 2 ഇൻറ്റു 5/6 അതായത് 5/3 ആണ്. 5/3 ആണ് ഇവിടെ വരുന്നത്. 5/3 സൈൻ 5/3 നമുക്കറിയാം. സൈൻ 5/3 എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 പിന്നെ പ്ലസ് 2 ഇൻറ്റു കോസ് 5/6 അത് നമുക്കറിയാം √3/2. √3/2 കാണുമ്പോൾ തന്നെ അറിയാം -2 √3/2 പ്ലസ് 2 √3/2 ഇത് രണ്ട് ക്യാൻസൽ ആയിപ്പോയി. ഇനി അയാളെ ചുമന്നുകൊണ്ട് നടക്കണ്ട, അയാൾ ക്യാൻസൽ ആയിപ്പോയി, കഴിഞ്ഞു. നെക്സ്റ്റ് 1/2 ഇൻറ്റു 5π/2 മൈനസ് സൈൻ 2π മൈനസ് 5/6. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് 5/6 കുറയ്ക്കുക എന്ന് പറഞ്ഞല്ല, 360 നിന്ന് 5/6 കുറയ്ക്കുക എന്ന് വെച്ചാൽ താഴേക്ക് വരണം, ഫോർത്ത് കോർഡിനേറ്റിൽ വേണം. എക്സ് ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് സൈൻ തന്നെ യാതൊരുവിധ വ്യത്യാസമില്ല. സൈൻ തന്നെ മാറില്ല. ഫോർത്ത് കോർഡിനേറ്റില് കോസും കോസിന്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്, സൈൻ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ വന്ന് പ്ലസ് ആവും. ബാക്കി 5/6 സോറി 5/3 ബാക്കി 5/3 പ്ലസ് 2 ഇൻറ്റു കോസ് 5 മൈനസ് 5/6 180 മൈനസ് 5/6 180 മൈനസ് 5/6 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് കോസ് തന്നെ മാറില്ല. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നുണ്ട്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസും കോസിന്റെ റെസിപ്രോക്കലും സൈനും സൈനിന്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്. അതുകൊണ്ട് കോസ് ഇവിടെ നെഗറ്റീവ് ആണ്, മൈനസ്. ബാക്കി 5/6 മൈനസ് ഇവിടെ 5/2 മൈനസ് ഇവിടെ 5/2 കഴിഞ്ഞു. ഇനി ഇവിടേക്ക് വരുമ്പോ സൈൻ 5/3 എന്ന് പറയുന്നത് √3/2 ആണ്. 5/6 എന്ന് പറയുന്നത് കോസ് 5/6 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5π/2 പ്ലസ് 2 ഇൻറ്റു സൈൻ 5/3 ആണ്. സൈൻ 5/3 √3/2 ആണ്. മൈനസ് കോസ് 5/6 ആണ്. -2 ഇൻറ്റു കോസ് 5/6 ആണ്. കോസ് √3/2 ആണ്. 5/6 √3/2 ആണ്. ബാക്കി ഒരു -5/2 ഉണ്ട്. -5/2 ഇതാണ് നമുക്ക് അവിടെ സംഭവിച്ചത്. 2 ഇൻറ്റു സൈൻ 5/6 സൈൻ 5/3 √3/2 ആണ്. കോസ് 5/6 √3/2 ആണ്. അപ്പൊ അതാണ് ഞാൻ അവിടെ എഴുതിയത്. ഡൺ. അപ്പൊ ഇയാളും ക്യാൻസൽ ആയിപ്പോയി. ഇയാളും ക്യാൻസൽ ആയിപ്പോയി. 5π/6 മൈനസ് 5π/2 മൈനസ് π/2 എന്ന് പറയുന്നത് 4π/2 ആണ്. ഹാഫ് ഇൻറ്റു 4π/2 ആണ്. 4π/2 അപ്പൊ ഇതും വെട്ടിപ്പോയിട്ട് നമുക്ക് 2π കിട്ടും. 1/2 ഇൻറ്റു 2π 2 ഇൻറ്റു വെട്ടിപ്പോയിട്ട് π കിട്ടും. റിക്വയർഡ് ഏരിയ π ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടിയിരുന്ന ഈ പാർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് π ആണ്. കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സർ. ആവശ്യത്തിന് സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ കൺസെപ്റ്റ് ചെറുതാണ്. കൺസെപ്റ്റ് വളരെ ചെറുതാണ്. പിന്നെ സ്റ്റെപ്സ് ആണ് വിഷയം. നമ്മൾ ആദ്യം തന്നെ പ്രോസസ് എല്ലാം കഴിഞ്ഞു. എന്താണ് ഏരിയ മാർക്ക് ചെയ്തു, അതിനുശേഷം ഏത് ആംഗിൾ തൊട്ട് ഏത് ആംഗിൾ വരെ എന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഫോർമുലയിൽ കൊടുത്താൽ മാത്രം മതി. പിന്നെയുള്ള എല്ലാ ജോലിയും ഇന്റഗ്രേഷന്റെ ആണ്. അവിടെയാണ് കടുപ്പം. ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് തറവായിട്ട് അറിയാമെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഇന്റഗ്രേഷൻ മാത്രം അറിഞ്ഞാൽ